Hi guys, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ഓയിൽ ആയിട്ടാണ് കേട്ടോ. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. കൂടാതെ പുതിയ മുടി വളരാനും അതുപോലെ തന്നെ മുടി നല്ല കറുപ്പായിട്ടൊക്കെ വളരാനും കൂടി ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഓയിൽ കൂടിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കണേക്ക് മുന്നായിട്ട് ഞാൻ ചെറിയൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. നമ്മുടെ ഈ ഒരു ചാനലിനകത്ത് കുറച്ച് മുന്നായിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചൈനയിലെ ഗുവാങ്സി എന്ന ഗ്രാമത്തിലെ യാവോ സ്ത്രീകളുടെ മുടി സംരക്ഷണ വീഡിയോ അല്ലേ. അപ്പോൾ ആ വീഡിയോനകത്ത് ഒരുപാട് പേര് ചോദിച്ച സംശയമാണ് നാരങ്ങയുടെ തൊലി ഉപയോഗിക്കാവോ എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു റൈസ് വാട്ടറിനകത്ത് ഞാൻ നാരങ്ങയുടെ തൊലി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ടായിരുന്നത് ഓറഞ്ചിൻ്റെ തൊലിയാണ് കേട്ടോ. ഒരു ഓസ്ട്രേലിയൻ ഓറഞ്ചിൻ്റെ തൊലിയാണ് ഞാൻ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിട്രസ് അടങ്ങിയിട്ടുള്ള ഏത് ഫ്രൂട്ടിൻ്റെ തൊലി വേണമെങ്കിലും ഉപയോഗിക്കാം. ബബ്ലൂസ് നാരങ്ങയുടെ തൊലി ഉപയോഗിക്കാം, ഓറഞ്ചിൻ്റെ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു നോർമലായിട്ടുള്ള ഈ നാരങ്ങയുടെ തോല്, ഗ്രേപ്പ് ഫ്രൂട്ട്, ഇതിൻ്റെയൊക്കെ തോല് ഉപയോഗിക്കാം, ധൈര്യമായിട്ട് ഉപയോഗിക്കാം. പക്ഷേ അതിനകത്തുള്ള പൾപ്പ് മാത്രം ഉണ്ടാവാൻ പാടില്ല കേട്ടോ, തോല് മാത്രം ഉപയോഗിക്കാവൂ. പിന്നെ കുറച്ച് പേര് ചോദിച്ചു മുടി കൊഴിച്ചിൽ മാറി കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കലും മുടി കൊഴിച്ചിൽ മാറി കിട്ടത്തില്ല. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും മുടി വളരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് മുടി കൊഴിയില്ല കേട്ടോ, അത് ഉറപ്പാണ്. മുടി കൊഴിയില്ല. നമുക്ക് മുടി നേരത്തെ കൊഴിയുന്നുണ്ട്. ഇത് തേച്ചാൽ മുടി കൊഴിച്ചിൽ മാറുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും മാറത്തില്ല. സാധാരണയായിട്ട് ഇപ്പോൾ എങ്ങനെയാണ് നോർമലായിട്ട് മുടി കൊഴിയുന്നുണ്ടോ ആ രീതിക്ക് തന്നെ ആയിരിക്കും. അല്ലാതെ വലിയ മാറ്റമൊന്നുമില്ല മുടി കൊഴിച്ചിലുള്ള ആ ഒരു കാര്യത്തിൽ. പിന്നെ നമുക്ക് താരനുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇത് ഉപയോഗിക്കുന്ന മൂലം താരൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നുണ്ട്. മുടി നല്ല കട്ട കറുപ്പായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് മുടി. പിന്നെ അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാനിതിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. മുടി എനിക്ക് നല്ല മാറ്റമുണ്ട്, എൻ്റെ മുടിയിൽ നല്ല മാറ്റം കാണുന്നുണ്ട്. അതുപോലെ അവരെ പോലെ മുട്ടറ്റൊന്നും വളർന്നില്ലെങ്കിലും മുടി വളരുന്നുണ്ട്. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ ഇതിൻ്റെ സ്മെല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. ചിലർക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല കേട്ടോ ഈ എൻ്റെ ഒരു സ്മെല്ല്. ഇപ്പം ഇങ്ങനെ നമ്മൾ സ്മെല്ല് ചെയ്യുന്ന സമയത്ത് ഓക്കെ കുഴപ്പമില്ല. നമ്മളിത് പക്ഷേ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സ്മെല്ല് തന്നെയാണ്. ഞാനപ്പോൾ ഇത് ഒഴിവ് ദിവസങ്ങളിലാണിത്, ഒഴിവ് ദിവസം തിരഞ്ഞെടുത്തിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഞാനിത് ഉപയോഗിക്കുന്ന സമയത്ത് ഷാമ്പു ഒന്നും തന്നെ ഉപയോഗിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഒഴിവ് ദിവസം എന്ന് പറയാൻ കാരണം. നമ്മൾ പുറത്തൊന്നും പോകാത്ത ദിവസങ്ങളിൽ വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ ചെറിയൊരു രീതിക്ക് സ്മെല്ലുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് പുറത്തൊന്നും നമ്മൾ പോകാത്ത ദിവസങ്ങളിൽ വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ കഴുകി കളയുന്ന സമയത്ത് ഹെർബൽ ഷാമ്പുവോ അല്ലെങ്കിൽ നമ്മുടെ നോർമലായിട്ടുള്ള ഷാമ്പു ഒന്നും തന്നെ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. നല്ല പച്ചവെള്ളത്തിൽ നന്നായിട്ട് അങ്ങ് വാഷ് ചെയ്ത് കളയുക. അതല്ലാതെ നിങ്ങൾ ഷാമ്പു മറ്റുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ നോക്കുക. പിന്നെ ഇതിൽ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഫ്രിഡ്ജിൽ വെച്ചിട്ടായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഫ്രിഡ്ജിലൊന്നും വയ്ക്കുന്നില്ല. ഇതുപോലെ പുറത്ത് തന്നെയാണ് വെച്ചിട്ട് ഉപയോഗിക്കുന്നത്. ആഴ്ചകളായാലും കുഴപ്പമില്ല. ഞാൻ ഇതുപോലെ ഒരു മാസത്തിനുള്ളത് ഉണ്ടാക്കി വയ്ക്കും, 2 തവണത്തേക്ക് ഉണ്ടാക്കി വയ്ക്കും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ 2 തവണത്തേക്കുള്ളത് ഇതുപോലെ ഒരു മാസമായിട്ട് ഇങ്ങനെ എടുത്ത് അങ്ങ് വയ്ക്കും. അപ്പോൾ ഫ്രിഡ്ജിലൊന്നും ഇപ്പോൾ വയ്ക്കുന്നില്ല കേട്ടോ. അതിപ്പോൾ എങ്ങനെയായാലും പ്രശ്നമില്ല. പക്ഷേ ഫ്രിഡ്ജിൽ വെക്കണം നിർബന്ധമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് പുളിച്ചതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്കിനി എണ്ണ കാച്ചുന്ന നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ടുള്ള എണ്ണ കാച്ചുന്ന പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഗായ്സ്, നമുക്കിത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആകെ കൂടി 3 കാര്യങ്ങൾ മാത്രം മതി. അതാണ് ഞാനിവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എന്തെല്ലാമാണ് എന്നുള്ളത്. ആദ്യത്തേത് ഒരു ജ്യൂസാണ്, നമ്മുടെ നെല്ലിക്കയുടെ ജ്യൂസാണ് കേട്ടോ. അത് കണ്ടില്ലേ, നെല്ലിക്കയുടെ ജ്യൂസാണ്. എനിക്കിത് ഈ ഒരു ഗ്ലാസ്സോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കിട്ടാനായിട്ട് ഞാനിവിടെ നെല്ലിക്കയുടെ അളവെന്ന് പറയാനായിട്ട് 1/4 കിലോളം ഞാൻ എടുത്തിട്ടുണ്ട്. 1/4 കിലോ നെല്ലിക്ക വാങ്ങിയിട്ട് അത് ഇതുപോലെ നന്നായിട്ട് കഴുകി തുടച്ച് ഒട്ടും തന്നെ വെള്ളം പാടില്ല കേട്ടോ. എന്നിട്ട് ഒരു നനവില്ലാത്ത മിക്സി ബൗളിനകത്ത് ഇട്ട് നന്നായിട്ട് അങ്ങ് അടിച്ച് പേസ്റ്റാക്കി അല്പം വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, വെള്ളം ചേർക്കരുതെന്ന് മാത്രം. എന്നിട്ട് അങ്ങനെ അടിച്ചെടുത്ത് പിഴിഞ്ഞെടുത്ത ജ്യൂസാണ് അത്. പിന്നെ വേണ്ടത് എണ്ണയാണ്, നമ്മുടെ കോക്കനട്ട് ഓയിൽ. പിന്നെ നമ്മുടെ കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ കരിഞ്ജീരകം വേണം. വെളിച്ചെണ്ണയുടെ അളവെന്ന് പറയാനായിട്ട് നമ്മളിപ്പോൾ ഈ ഒരു കപ്പിൽ നമ്മൾ ഏത് കപ്പിലാണോ എടുക്കുന്നത് ജ്യൂസ് എടുക്കുന്നത് അതേ കപ്പിൻ്റെ അതേ അളവിൽ തന്നെ വേണം വെളിച്ചെണ്ണ എടുക്കാനായിട്ട്. അപ്പോൾ ആ രീതിക്കാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. 1 കപ്പ് നെല്ലിക്ക ജ്യൂസാണെങ്കിൽ 1 കപ്പ് വെളിച്ചെണ്ണ, പിന്നെ 1 ടേബിൾ സ്പൂണോളം കരിഞ്ജീരകം വേണം. ഇത് 3 പാടും നമുക്ക് മിക്സ് ചെയ്തും വയ്ക്കാം. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന പോലെ ഒരു പാൻ ചൂടാക്കിയ ശേഷം നമ്മളൊരു ഇരുമ്പിൻ്റെ കടായി ചൂടാക്കിയ ശേഷം അതിനകത്തേക്ക് 2 കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കൂടെ ഇതിനകത്തേക്ക് കരിഞ്ജീരകം കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇവ 3 കൂടി നല്ലവണ്ണം അങ്ങ് വെട്ടിത്തിളച്ച് വരണം. അതിന് വേണ്ടി നമുക്ക് സമയം കൊടുക്കാം. അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ഫ്ലെയിം നല്ലവണ്ണം കുറച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം വേസ്റ്റായി പോകും, ഒന്നിനെയും ഗുണം നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം നല്ലവണ്ണം കുറച്ചിട്ട് വേണം ഇത് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 1-2 തിള വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു എണ്ണ
എനിക്കൊരു 15 അല്ലെങ്കിൽ 20 ദിവസം മാത്രമേ എനിക്ക് വെക്കാൻ പറ്റുള്ളൂ, സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ചധികം ദിവസം തന്നെ ഇത് എടുത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ എണ്ണ നന്നായിട്ട് ഈ നമ്മൾ നെല്ലിക്കയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ നെല്ലിക്കയുടെ ആ ഒരു ജ്യൂസ് വറ്റും വരെ തിളപ്പിച്ചെടുക്കണം. അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നെല്ലിക്കയുടെ ഈ ജ്യൂസൊക്കെ നന്നായിട്ട് ഇങ്ങനെ പിഷിട് പോലെ മാറി വരും. അതാണ് ഇതിൻ്റെ ഒരു പരുവം. അങ്ങനെയും ചെയ്തെടുക്കുക കേട്ടോ, വെള്ളം വറ്റുന്നവരെ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ അത്രത്തോളം വെക്കുന്നില്ല, ജസ്റ്റ് ഒരു 1-2 തിള വന്നോടുകൂടി ഇതങ്ങ് ഓഫ് ചെയ്തിടുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു നെല്ലിക്ക ജ്യൂസ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഹെയർ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മുടിയിലും സ്കാൽപ്പിലൊക്കെ ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതുപോലെ തന്നെ ഒരു 4-5 മണിക്കൂറെങ്കിലും ഇത് പിടിച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ, അതും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ. അപ്പോൾ ഈ ഒരു രീതിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.